എല്ലാവർക്കും നമസ്കാരം. കിലോമീറ്ററിന് 55 രൂപ വെച്ച് കൊടുത്താൽ പ്രൈവറ്റ് ബസ്സുകൾ സർക്കാരിന് വേണ്ടി സർവീസ് നടത്താമെന്ന് പ്രൈവറ്റ് ബസ്സിൻ്റെ ഉടമകൾ പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രൈവറ്റ് ബസ് ഒരു ദിവസം 250-നും 300-നും ഇടയ്ക്ക് കിലോമീറ്ററാണ് ഓടുന്നത്. നമ്മളിതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ 300 കിലോമീറ്റർ ഓടുന്നെങ്കിൽ 300 × 55 എന്ന് പറയുമ്പം 16,500 രൂപ ഒരു ദിവസം അവർക്ക് കൊടുക്കണം. 250 കിലോമീറ്റർ ആണ് ഓടുന്നതെങ്കിൽ 250 × 55 എന്ന് പറയുമ്പം 13,750 രൂപ അവർക്ക് കൊടുത്താൽ അവരുടെ റൂട്ടും ട്രിപ്പുകളും വെച്ച് കണക്ക് കൂട്ടി നോക്കിയാൽ എത്ര കിലോമീറ്റർ ഓടുന്നെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് അവർക്ക് പൈസ കൊടുക്കാമെങ്കിൽ അവർ പറയുന്നത് അതിൽ നിന്ന് അവർ റോഡ് ടാക്സ് അടച്ചു കൊള്ളാം, ടയറ് വാങ്ങിച്ചു കൊള്ളും, ടയറിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ അവർ നടത്തിക്കോളും, വണ്ടിയുടെ ഇൻഷുറൻസ് അവരെടുക്കും, വണ്ടിയുടെ മറ്റ് മെയിൻ്റനൻസുകളെല്ലാം അവർ നടത്തും, ഡ്രൈവറും കിളിയും ബാക്കി മെക്കാനിക്കും എല്ലാം അവർ നടത്തിക്കോളും, കണ്ടക്ടർ ഒഴിച്ച എല്ലാ സ്റ്റാഫിനെയും അവർ പോറ്റിക്കോളും, അവർക്ക് ശമ്പളം കൊടുത്തോളും. ഇപ്പോൾ സർക്കാരിൻ്റെ പ്രഖ്യാപനമായ വനിതാ സൗജന്യ യാത്ര, വനിതകൾക്ക് 0 ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി പ്രൈവറ്റ് ബസ്സിലും കൊടുക്കാം. അവർ പറയുന്നത് കണ്ടക്ടറെ മാത്രം ദിവസവേതന അടിസ്ഥാനത്തിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നത് പോലെ നിയമിച്ചിട്ട് ബസ് ഓടുമ്പോൾ ലഭിക്കുന്ന, അതായത് ഈ പ്രൈവറ്റ് ബസ് ഓടുമ്പോൾ ലഭിക്കുന്ന കളക്ഷൻ ഓരോ ദിവസവും KSRTCയുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ട്രഷറിയിൽ അടയ്ക്കും. അതിനകത്ത് പല ഗുണങ്ങളുണ്ട്. കേരളം മുഴുവൻ UDF ഗവൺമെൻറ് പ്രഖ്യാപിച്ച വനിതാ സൗജന്യ യാത്ര എല്ലാ വനിതകൾക്കും കിട്ടണമെങ്കിൽ, എല്ലാ വനിതകൾക്കും കിട്ടണമെന്ന് ഗവൺമെൻറ്റിന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിലും കൂടെ ഇത് നടപ്പാക്കിയാലേ എല്ലാവർക്കും ഇത് കിട്ടുള്ളൂ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ KSRTCക്ക് 3000 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ 6000 മുതൽ 6200 വരെ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന മനസ്സിലാക്കുന്നത്. അന്നൊക്കെ അങ്ങനെ കണക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ 15 വർഷം പഴക്കമുള്ള ബസ്സുകളെല്ലാം കണ്ടം ചെയ്യണം എന്ന് കേന്ദ്ര നിയമം ശക്തമായതിനു ശേഷം KSRTC 3000 സർവീസിലേക്ക്, അല്ലെ 3000 ബസ്സിലേക്ക് കുറഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകാർ പറഞ്ഞത്. അവർക്ക് ഏതാണ്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമല്ലോ. ഞങ്ങളെന്നാ പറയുന്നത് KSRTC കൂടെ സർവീസ് നടത്താൻ ഈ പ്രൈവറ്റുകാർക്ക് വിട്ടുകൊടുക്കണം. 7300 പ്രൈവറ്റ് ബസ് നടത്തുന്നവർക്ക്, പ്രൈവറ്റ് ബസ് 7300 ഉണ്ട്, അത്രയും സർവീസുകൾ നടത്തുന്നവർക്ക് ഒരു 3000 ബസ്സും കൂടെ സർവീസ് നടത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. KSRTC ബസ്സുകൾ വിട്ടുകൊടുത്തിട്ട് അത് പ്രൈവറ്റ് ബസ്സുകാർ KSRTC ഇപ്പോൾ പോകുന്ന റൂട്ടുകളിലൂടെ ഓടിച്ചാൽ ഈ ദിവസ ശമ്പളക്കാരായ കണ്ടക്ടർമാർ തട്ടിപ്പും വെട്ടിപ്പും നടത്താത്ത രീതിയിലുള്ള ടിക്കറ്റിംഗ് മെഷീനിലൂടെ ടിക്കറ്റ് കൊടുത്ത് ആ തുക ദിവസവും സർക്കാരിലേക്ക് അടയ്ക്കുക ആണ് എങ്കിൽ ഓരോ ബസ്സിനും ഓടുന്ന കിലോമീറ്റർ അനുസരിച്ച് കിലോമീറ്ററിന് 55 രൂപ വെച്ച് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സിന് നൽകുകയാണ് എങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള 7300 പ്രൈവറ്റ് ബസ്സും 3000 KSRTCയും കൂടെ ചേർന്ന് ഒരു ദിവസം 10,000-ഓളം സർവീസുകൾ സ്വകാര്യ വ്യക്തികൾ നടത്തും. 3000 KSRTC ബസ് ഇവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ അതിനൊരു മാന്യമായ വില നിശ്ചയിച്ച് ഓരോ മാസവും CC പോലെ സർക്കാരിലേക്ക് അടയ്ക്കാൻ വ്യവസ്ഥകളിലൂടെ വെച്ചാൽ, അതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ, ഈ അഴിമതി നടത്താനുള്ള ഉദ്യോഗസ്ഥനെ ഒരിക്കലും കൊണ്ട് നിയമിക്കരുത്. ഉദ്യോഗസ്ഥൻ കൂടുമ്പോഴാണ് ഇതിനകത്തെല്ലാം അഴിമതി നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കും. ഈ 3000 ബസ്സിൻ്റെ പൈസയും സർക്കാർ കിട്ടും, കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുകയും ചെയ്യും. ഇനി KSRTCയുടെ ഡിപ്പോകൾ, സ്റ്റാൻഡുകൾ, വർക്ക്ഷോപ്പുകൾ ഇതൊക്കെ ലേലത്തിൽ വലിയ വിലയ്ക്ക് വിറ്റാൽ ആ തുക കൊണ്ട് VRS നൽകി KSRTCയിലെ സ്റ്റാഫിനെയും പറഞ്ഞു വിടാം. ഇതുകൊണ്ടൊന്നും പൊതുജനത്തിന് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. കാരണം ഇപ്പോൾ ഉള്ള 7300, 3000 ഉൾപ്പെടെ 10,000 സർവീസ് എപ്പോഴും കാണും. സർക്കാരിനും ഇതിൽ നിന്ന് ഒരു നഷ്ടവും സത്യത്തിൽ സംഭവിക്കാനില്ല. ഈ വനിതകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ KSRTC മാസം 500ഓളം കോടി നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരുന്നതെന്ന് കൃത്യമായിട്ട് കണക്കുകൾ സഹിതം ഞങ്ങൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അത് മാസം ഒരു 800 കോടി രൂപ നഷ്ടം എന്ന് പറഞ്ഞാൽ വർഷം 9,600 കോടി രൂപ നഷ്ടത്തിലേക്ക് ഇത് കൂപ്പുകുത്തും KSRTC.
ഒരു മാറ്റവും വേണ്ട. KSRTC ഉൾപ്പെടെ 10,000 ബസ്സുകൾ സ്വകാര്യ മേഖല ഓപ്പറേറ്റ് ചെയ്താൽ സർക്കാരിന് ലഭിക്കുന്ന ലാഭങ്ങളുടെ കണക്കുകൂടെ ഞങ്ങൾ ചേർത്ത് പറയാം. 10,000 ബസ്സുകൾക്ക് സർക്കാരിലേക്ക് 1,20,000 രൂപയായിരുന്നു ടാക്സ്. ആ ടാക്സ് നിലനിർത്തുകയാണെങ്കിൽ മൊത്തം അങ്ങ് വിട്ടുകൊടുത്താൽ ആ ടാക്സ് മേടിക്കാം. 120 കോടി രൂപ ഒരു വർഷം സർക്കാരിന് ടാക്സ് ലഭിക്കും. ഇനി അടുത്ത കണക്കാണ് ഭീകരം. ഒരു ദിവസം 100 ലിറ്റർ ഡീസൽ വെച്ച് ഈ പ്രൈവറ്റ് ബസ്സുകാർ അടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 1 ലിറ്ററിന് 106 രൂപ വിലയുള്ളതിൽ 70 രൂപയും നികുതിയാണ്. അപ്പോൾ ആ 70 രൂപ വെച്ച് ഒരു ബസ് തന്നെ 7,000 രൂപയോളം ഡീസൽ അടിക്കുമ്പോൾ തന്നെ നികുതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആ 10,000 ബസ്സിന് ഒരു ദിവസം ഡീസൽ അടിക്കുന്നതിൻ്റെ പേരിൽ തന്നെ 7 കോടി രൂപ ഇന്ധനത്തിൻ്റെ നികുതിയായിട്ട് സർക്കാരിന് ലഭിക്കും. 365 ദിവസത്തെ കണക്ക് നോക്കുമ്പം 2,555 കോടി സർക്കാരിന് ലഭിക്കും. ഇൻഷുറൻസിൽ നിന്ന് GST ലഭിക്കും, ടയർ വാങ്ങുമ്പോൾ GST ലഭിക്കും, സ്പെയർ പാർട്സ് വാങ്ങുമ്പോൾ GST ലഭിക്കും, സർവീസ് നടക്കുമ്പോൾ അതിനകത്തുനിന്ന് GST ലഭിക്കും. എങ്ങനെ കളിച്ചാലും വർഷത്തിൽ സർക്കാരിന് 5,000 കോടിക്കും മുകളിൽ വരുമാനം ലഭിക്കും, 5 പൈസ മുടക്കില്ലാതെ. എങ്ങനെയുണ്ട് കാര്യം? 5 പൈസ മുടക്കില്ലാതെ 5,000 കോടിക്ക് മുകളിൽ വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതി. നഷ്ടം ആർക്ക് വരുമെന്ന് പറയാം. ഒരു മന്ത്രിയും ഒരു പട ഉദ്യോഗസ്ഥന്മാരും വേണ്ട കാര്യമില്ല, അത്രയും പേർക്ക് നഷ്ടം വരും. ഇനി KSRTC എന്ന രീതിയിൽ ഒറ്റ തൊഴിലാളിയെയും ഗവൺമെൻറ് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. അവർക്ക് നഷ്ടം വരും. അവരിൽ ഒരു വിഭാഗത്തിന്, ഡ്രൈവർക്കും കണ്ടക്ടർക്കും പണിയെടുക്കുന്ന മെക്കാനിക്കുകൾക്കും ഒന്നും ജോലി നഷ്ടപ്പെടില്ല. അവർ സ്വകാര്യ ബസ്സുകളിൽ പണിയെടുത്തോളും. ഇവരല്ലാതെ മറഞ്ഞിരിക്കുന്ന കുറേ യൂണിയൻ കുഞ്ഞച്ചന്മാരുണ്ട്, അവർക്ക് നഷ്ടം വരും. പിന്നെ പുതിയ ബസ്സുകൾ വാങ്ങുമ്പോഴുള്ള കമ്മീഷൻ ആർക്കൊക്കെയോ നഷ്ടമാകും, അവർക്ക് വലിയ നഷ്ടം വരും. ഇനി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സ്പെയർ പാർട്സുകൾ വലിയ തോതിൽ വാങ്ങിക്കൂട്ടുന്നതിനുള്ള കമ്മീഷൻ ആർക്കൊക്കെയോ നഷ്ടപ്പെടും, അവർക്കത് വലിയ നഷ്ടമായിട്ട് തന്നെ വരും. ഒരു പ്ലേറ്റ് ഒടിഞ്ഞാൽ പ്ലേറ്റ് സെറ്റോടെ മാറി ലാഭം ഉണ്ടാക്കുന്നവർക്ക് നഷ്ടം വരും. അങ്ങനെ കുറച്ച് പേരെ KSRTCയിലുള്ളൂ, അവർക്ക് വലിയ നഷ്ടം വരും. ഈ പറഞ്ഞ ചുരുക്കം ആളുകൾ, ഇത് ഏതാണ്ട് 3,000 താഴെയുള്ള ആളുകളേ ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് പൊതുജനത്തിൻ്റെ മുകളിൽ ഇത്രയും വലിയൊരു ബാധ്യത നിലനിർത്തണോ എന്നതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. അതായത് 10,000 കോടി രൂപ നഷ്ടം വരുന്ന പരിപാടി നിർത്തി 5,000-ലധികം കോടി രൂപ ലാഭം വരുന്ന പരിപാടിയിലേക്ക് പോകുന്നില്ല എങ്കിൽ അതിനർത്ഥം അതിലും വലുതാണ് ചുരുക്കം ചില ആളുകളുടെ അഴിമതിയിലൂടെയുള്ള വരുമാനം എന്നതിൻ്റെ തെളിവല്ലേ അത്. ഇനി കേരളം മുഴുവൻ വനിതകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാത്തതും അനീതിയാണ്. കൊടുത്താൽ, സർക്കാർ ഒരു കാര്യം കൊടുത്താൽ അത് എല്ലാവർക്കും കിട്ടണം. 5,000-ലധികം കോടി ലാഭമുണ്ടാക്കാനുള്ള വഴി മുമ്പിൽ നിൽക്കുമ്പോഴും കേരളം മുഴുവൻ വനിതകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുന്ന വഴികൾ മുമ്പിൽ നിൽക്കുമ്പോഴും സർക്കാരിന് 10,000-ലധികം കോടിയുടെ നഷ്ടം പൊതുജനങ്ങളുടെ മുകളിൽ വെക്കുന്നു എങ്കിൽ അതിനെ ഭരണമെന്നല്ല പറയേണ്ടത്, കഴിവുകേടാണെന്നാണ് പറയേണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഷണ്ടത്വം എന്താ പറയേണ്ടത്. വഴി കൃത്യമായി തെളിഞ്ഞിട്ടും ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവരെ മരമണ്ടന്മാരെന്നാണ് വിളിക്കേണ്ടത്. എന്നാൽ ഞാൻ പറയുന്നു, ഇവർ മരമണ്ടന്മാരൊന്നുമല്ല. ഇവരുടെ ലക്ഷ്യം ചുരുക്കം ആളുകളുടെ സ്വാർത്ഥ ലാഭവും സമ്പത്തും മാത്രമാണ്. അതിനുവേണ്ടി പൊതുഖജനാവിൻ്റെ നഷ്ടം അവർ അനുദിനം കൂട്ടിക്കൊണ്ടിരിക്കും. ഈ മേഖലയിൽ നിങ്ങൾ ചിന്തിക്കൂ, ഈ നഷ്ടവും പൊതുജനത്തിൻ്റെ മുകളിൽ തന്നെ വരില്ലേ? അങ്ങനെ പൊതുജനത്തിൻ്റെ മുകളിൽ തന്നെ നഷ്ടം വരുത്തി ഈ പരിപാടി നിർത്തണമോ? 5,000-ലധികം കോടി രൂപ വരുമാനം സർക്കാരിലേക്ക് 5 പൈസ മുടക്കില്ലാതെ വരികയും കേരളം മുഴുവനുള്ള എല്ലാ ആളുകൾക്കും സർവീസിനെ പ്രയോജനപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറ്റേണ്ടതല്ലേ? ഇതോടൊപ്പം ചേർത്ത് പറയാം, 42,000 ബസ്സുകൾ സർവീസ് നടത്താനുള്ള റോഡ് സൗകര്യവും റൂട്ട് സൗകര്യവും യാത്രക്കാരും കേരളത്തിലുണ്ട് എന്ന് പഠനങ്ങൾ പറയപ്പെടുന്നു. ആ മേഖലയിലേക്ക് 42,000 ബസ്സുകളിലേക്ക് സ്വകാര്യ ബസ് മേഖല വളരുമ്പോൾ അതിൽ നിന്ന് വരുന്ന വരുമാനം 10,000-ൽ നിന്ന് 5,000 കോടി രൂപ വർഷം വരുമെങ്കിൽ 40,000-ലേക്ക് വരുമ്പോൾ 25,000 കോടി രൂപയോളം സർക്കാരിലേക്ക് വരുമാനം വരില്ലേ എന്നും ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.